മയ്യഴിയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ജനകീയ നായകനായ നേതാവായിരുന്നു എ.വി. ശ്രീധരൻ എന്നും എ.വിയുമായുള്ള ആത്മബന്ധം ഒരിക്കലും മറക്കാനാവില്ലെന്നും ഇ. വത്സരാജ് പറഞ്ഞു. കോൺഗ്രസ് നേതാവായ എ.വി. ശ്രീധരന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ. വത്സരാജ്. തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ ജനങ്ങളുടെ അംഗീകാരം നേടി ഉന്നത സ്ഥാനങ്ങളിലെത്തിയ നേതാവാണ് എ.വി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പുതുതലമുറ മാതൃകയാക്കണം. ഇന്ത്യ സഖ്യം നമ്മുടെ രാജ്യത്ത് മതേതര ശക്തികളെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് നയിക്കുമ്പോൾ ഇവിടെ CPM സ്വീകരിക്കുന്ന നിലപാട് വർഗീയ ശക്തികൾക്ക് അനുകൂലമായി തീരുകയാണ്. അതുകൊണ്ടുതന്നെ CPMന് ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി. ഒ. മോഹനൻ മുഖ്യഭാഷണത്തിൽ പറഞ്ഞു. ആ പ്രദേശത്തിലെ ജനങ്ങൾക്ക് എത്രത്തോളം ആനുകൂല്യങ്ങൾ അദ്ദേഹം മുഖാന്തരം കിട്ടി എന്നത് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പല പദ്ധതികളും ഞാനും എ.വിയും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കൊണ്ടുവന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. മയ്യഴിയുടെ കാര്യത്തിൽ പള്ളൂരായാലും മാട്ടിയായാലും എ.വിയും ഞാനും ഒരു മനസ്സോടെ കഴിഞ്ഞവരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ എ.വിയുടെ പ്രവർത്തന ശൈലി വേറെ തന്നെയാണ്. എൻ്റേത് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. എ.വിയുടെ റൂമായാലും നമ്മളൊക്കെ പോയി റൂമിൽ കയറാൻ തുടങ്ങിയാൽ അതിൻ്റെ വൃത്തിയും അതിൻ്റെ വെടിപ്പും പ്രത്യേകതയുള്ളതാണ്. കാരണം ഈ പഴയ പത്രങ്ങളിൽ വന്ന വാർത്തകൾ സൂക്ഷിച്ചു വെക്കുക എന്നത് എ.വിയുടെ ഒരു രീതിയാണ്. ഏത് കാലഘട്ടത്തിലെ രമേശ് പറമ്പത്ത് MLA, സത്യൻ കേളോത്ത്, P.P. വിനോദൻ, P.P. ആശാലത എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വവസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ പ്രവർത്തകരായ കെ. ഹരീന്ദ്രൻ, N. മോഹനൻ, കെ. രവീന്ദ്രൻ, ഷാജി പോയിൽ, കെ. പ്രശോഭ്, P.K. രാജേന്ദ്രൻ എന്നിവരും MASM വായനശാലയുടെയും AVS ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ P. ഗംഗാധരൻ, M. ശ്രീജയൻ എന്നിവരും AVS സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി.